നൈല കുഞ്ഞിക്ക് പേരിട്ടെ, എന്ത് പേരിട്ടെ? എൻ്റെ ചൈൽഡ്ഹുഡ് ചെറുതനാകുമ്പോൾ മമ്മി എന്നെ വിളിക്കുന്ന പേര് മമ്മി. എന്തത്? 2 ദിവസമായിട്ട് വിശേഷങ്ങളൊന്നായിട്ട് വരാൻ പറ്റിയില്ല. കാരണം മക്കൾക്ക് എല്ലാവർക്കും എക്സാം അല്ലേ, ആനുവൽ എക്സാം അല്ലേ. പിന്നെ അതും തിരക്കും പിന്നെ നോമ്പും എല്ലാം ആകുമ്പോഴത്തേക്കിന് പറ്റിയിട്ടേ ഇല്ല. വീഡിയോ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നാട്ടിൽ നിന്ന് ഞാൻ കൊടുത്തയച്ചതെല്ലാം കാണിച്ചിനല്ലോ, കൊണ്ടുവന്നതെല്ലാം കാണിച്ചിനല്ലോ. അപ്പോൾ നമുക്കില്ലേ നോമ്പ് തുറക്കാൻ ഒന്നും ഉണ്ടാക്കേണ്ട വന്നിട്ടാ, എല്ലാം കൊണ്ടുവന്ന സാധനം തന്നെ അതെല്ലാം പൊരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നത്. നൈല അടിച്ചു വാരുന്നല്ലോണ്ട് ഞാൻ അടിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അടിച്ചു വാരുമ്പോഴത്തേക്കിന് ഗ്ലൗസും മാസ്കും എല്ലാം ഇട്ടിന് പൊടിയാവും എന്ന് പറഞ്ഞിട്ട് ഓളന്നെ ഇട്ടതെടുത്തിട്ട് അടിച്ചെടുത്ത് തന്നെ അടിച്ചു വാരുന്നുള്ളതാണത്. അപ്പോൾ കുറച്ച് മാങ്ങ സർബത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മാങ്ങ ജ്യൂസല്ല, മാങ്ങ സർബത്ത്. നാട്ടിൽ നിന്ന് എപ്പോഴും ഇങ്ങനെയുള്ള കുറച്ച് സാധനം കിട്ടിയെങ്കിൽ നമുക്ക് ഉഷാലാണ്. ഇതാ എന്താ പറഞ്ഞാൽ അപ്പം, ഇത് ഫിഷിൻ്റെ. ഞാൻ വിചാരിച്ച ചക്കപ്പം എന്നാണ് ഇത് കാണുമ്പോൾ വിചാരിച്ച. നമ്മൾ ഈ ഇലയിൽ ചക്കപ്പം ഉണ്ടാക്കുമല്ലോ, പൊതിഞ്ഞിട്ട് വെക്കുമല്ലോ അങ്ങനെ. അപ്പോൾ സർബത്ത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് 2 തരം ഉണ്ടാക്കണം. ഒന്നിൽ തീരെ മധുരം ഇല്ലാത്തതും ഒന്നിൽ കുറച്ചൊരു മധുരം ഇട്ടിട്ടും. അപ്പോൾ ഇങ്ങനെ ഇട്ടെങ്കിലില്ലേ ചിയാ സീഡ്സ്, ഞാൻ കസ്കസ് എപ്പോഴെങ്കിലും ആണ് ഇടലേ. അപ്പോൾ അധികം ചിയാ സീഡ്സ് ഇട്ടിട്ടാണ് സർബത്ത് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇട്ടെങ്കിലില്ലേ നമുക്ക് അത് നല്ലതാണ്. ഈ പിന്നെ ജ്യൂസ്, മാംഗോ ജ്യൂസിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ പൾപ്പ് നമുക്കിങ്ങനെ കഴിക്കാൻ കിട്ടുമല്ലോ. പിന്നെ ഒടിച്ചിട്ടിടുന്നതാണ്. നമ്മൾ ഈ പഴം ഒടിച്ചിട്ടുള്ള സർബത്ത് ഉണ്ടാക്കിയാലേ അങ്ങനെ പണിയെടുക്കും. അശയോ അശയോ കുഞ്ഞ് ഷെഫ് വന്നിട്ടുണ്ട്. നമ്മളെ കുഞ്ഞ് ഷെഫ് ചെല്ലേ മതി, കളിക്കോ. എത്തുന്നില്ല നൈലൊക്കെ ഇങ്ങനെ ചേറിൽ കയറി നിന്നിട്ട് കളിക്കുന്ന ഒരാൾ. ആ നാട്ടിലത്തെ ബീഫ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ല. നമുക്ക് ഇടയില്ലേ എങ്ങനെ നാട്ടിലത്തെ പോലെ വെച്ചാലും ബീഫ് ശരിയാവില്ല നമുക്ക് നാട്ടിലത്തെ ഒരു പ്രത്യേക ടേസ്റ്റും മണവും എല്ലാം ഉണ്ടാവും. പിന്നെ ഇതില്ലേ ചക്കക്കറിയാണ്. ഞാൻ എൻ്റെ കുഞ്ഞുനാളിലാണ് ഇങ്ങനത്തെ ചക്കക്കറിയല്ല കൂട്ടീനെ. എൻ്റെ ഉമ്മൻ്റെ ഉമ്മ വെച്ചിട്ടാണ് ഇങ്ങനത്തെ ചക്കക്കറി ഉണ്ടാക്കൽ. അപ്പോൾ ഇതിലേക്ക് ഉണക്ക സ്രാവില്ലേ അതെല്ലാം ഇട്ടുള്ള ഒരു ചക്കക്കറിയാണ്. അതെല്ലാം തിളപ്പിച്ച് വെച്ചിന്. അപ്പം നോമ്പുറക്കുമ്പോഴത്തേക്കിന് എനിക്കൊന്നും ഉണ്ടാക്കേണ്ട വന്നിട്ടേ ഇല്ല. അങ്ങനെ പിന്നെ ഇതെല്ലാം പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഇത് പറഞ്ഞിട്ട് ചിക്കൻ സമൂസ, പിന്നെ റോള്. ഇത് സ്വീറ്റാണ്, ബനാനാൻ്റെ പഴം വെച്ചിട്ടുള്ളതാണ് ഇത്. പിന്നെ ഉന്നക്കായ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓയിൽ ഫ്രൈയിൽ ഉണ്ടാക്കുന്നൊന്ന് തിന്നുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. പക്ഷേ ഇതെല്ലാം കാണുമ്പോൾ തിന്നാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒന്നാമത് നാട്ടിൽ നിന്ന് കിട്ടുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. നമുക്ക് ഇങ്ങനെ ഇടുന്നല്ലോ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പോലെ അല്ലല്ലോ. അതിൻ്റെ മസാലയും ഇതെല്ലാം നല്ല ടേസ്റ്റ് അല്ലേ. ടേബിൾ കുറച്ചും നാട്ടിലെ സാധനം തന്നെ ഉണ്ടായിന്. 10 മാത്രം മതി അതിന്. പിന്നെ സർവത്തും. അപ്പോൾ നമ്മളിതാ പതിവ് വിരുന്നുകാരി വന്നിട്ടുണ്ട്. നോമ്പ് തുറക്കാൻ നമ്മളേക്കില്ലേ ഓളെപ്പോഴും വരുന്നത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് പാല് കൊടുത്തിട്ട് വന്നേനെ. എന്താ പറഞ്ഞാൽ ബാങ്ക് കൊടുത്തിനപ്പോഴത്തേക്കിന് അങ്ങനെ ഓളെപ്പോഴും വരും. രാത്രി വരും, നോമ്പ് തുറക്കാനാകുമ്പോൾ വരും. നമ്മളിവിടെ പുറത്ത് തന്നെ അപ്പുറത്തെ പുരയിൽ പൊട്ടിക്കുന്നുണ്ടായിന്. നമ്മൾ എണീച്ചിട്ട് പോകുമ്പോഴേക്ക് തീർന്നിട്ടായിന്. കുറച്ച് കണ്ടിന്, നമ്മളെ കുറച്ച് സൈഡല്ലേ ഇങ്ങനെ കാണുന്നത്. ഇതില്ലേ നാട്ടിൽ എൻ്റെ മരത്തിൽ പിടിച്ച ചക്കയാണ്. ഇത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിന്. പിന്നെ ഇതാണ് മീനപ്പം ഉണ്ടായിട്ടില്ല. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിന്, അയക്കൂറ വെച്ചിട്ടുണ്ടാക്കുന്ന. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് രാത്രിയിൽ പിന്നെ നോമ്പ് തുറന്നിട്ടല്ലായിട്ടായിട്ട് കരാമ പോവാന്ന് വിചാരിച്ച്. കരാമയിൽ നല്ല വൈബല്ലേ, ഫുഡ് ഫെസ്റ്റിവലും അങ്ങനെയെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ നോമ്പ് തുറന്നിട്ടാണ് നമ്മൾ പോകുന്നത്. നോമ്പ് തുറക്കുന്നതിന് മുന്നേ പോയാൽ നമുക്ക് ചിലപ്പോൾ സമയത്ത് എത്തില്ല, അത്രയും ട്രാഫിക്കെല്ലാം ഉണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പം നൈല ബേബീനെല്ലാം എടുത്തിന്. അതിനെ കൊണ്ടാതെ എവിടെയും പോകലാന്ന് അതിനിപ്പോൾ. എല്ലാവരും കൂടിയിട്ട് പോകുമ്പോൾ ഇല്ലേ
രസമാണ്. പിന്നെ ഇക്കാനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്, ഇക്കാനെ വെയിറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മോനും ബാക്കി എല്ലാവരും എൻ്റെ അനിയനും എൻ്റെ കസിനും എല്ലാവരും ഉണ്ടായിരുന്നു. ഓരോ വേറെ മോൻ്റെ വണ്ടിയിൽ പോകുന്നത്, നമ്മൾ ഇക്കാൻ്റെ വണ്ടിയിൽ വന്നത്. അങ്ങനെ കറാമയിലേക്ക് പോയി. കറാമയിലേക്ക് പോകണമെന്ന് വിചാരിച്ചത് ഞാൻ എന്തെങ്കിലും ഡ്രസ്സെല്ലാം നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, പിന്നെ എന്തെല്ലാം ഉണ്ട് നമുക്കറിയില്ല. ഇങ്ങനെ റീൽസെല്ലാം കാണുന്നുണ്ട്, അതിന് എങ്ങനെയുണ്ട് എന്തുണ്ടെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അങ്ങനെ അപ്പോൾ പെരുന്നാളിൻ്റെ ഡ്രസ്സും കുറേ ലേറ്റ് ആയെങ്കിൽ നല്ല തിരക്കാവും. പിന്നെ നമ്മൾ നോമ്പ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് പോകാനും അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും ഭയങ്കര ക്ഷീണമല്ലേ. അങ്ങനെ പിന്നെ വിചാരിച്ച് എന്തായാലും പോകുന്നല്ലേ, പിന്നെ നോക്കാമല്ലോ ഡ്രസ്സ് എടുക്കാമല്ലോ എന്ന്. അങ്ങനെ കരാമയിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ട്രാഫിക് എന്ന് പറഞ്ഞാൽ അത്രയും ട്രാഫിക്കാണ്, അനങ്ങുന്നില്ല വണ്ടി. ഞാൻ കുറേയൊന്നും വീഡിയോ എടുത്തിട്ടാണ്, കാരണം ലെങ്ത് ആവുമല്ലോ. നോമ്പൊക്കിയില്ലേ, ആരും അങ്ങനെയൊന്നും കുറേയൊന്നും നോക്കിയാലോ. എന്ത് വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ചല്ലേ നോക്കൂ അല്ലേ, സ്കിപ്പ് ചെയ്തിട്ട് പോകുമല്ലോ അല്ലേ. അങ്ങനെതാ ഞാൻ പോകുന്ന വഴിയിൽ ഇങ്ങനെ ബിൽഡിങ്ങിലെല്ലാം ഇങ്ങനെ റംദാൻ കരിയുന്നല്ലോ കാണാൻ നല്ല രസമല്ലേ ഇങ്ങനെ കാണാൻ. അതിൽ കുറച്ച് വീഡിയോ ഞാൻ എടുത്തിന്. ഈ ഷോപ്പില്ലേ കറാമേലി ചിറ്റൂർപ്പള്ളി എന്ന് പറയുന്നത്, ഇത് കാണും ഇപ്പം എനിക്ക് എൻ്റെ മംഗലത്തിൻ്റെ ഓർമ്മ വരും. എൻ്റെ മംഗലത്തിന് ഇക്ക മെഹർ കൊടുക്കുന്നത് ഈ ജ്വല്ലറി ഇതാണ്. അപ്പോൾ അതിൻ്റെ ബോക്സ് ഇല്ലേ, അതെനിക്ക് കറക്റ്റ് ആ മംഗലത്തിൻ്റെ ഓർമ്മ വരും. അപ്പോൾ അങ്ങനെ കറാമയിലെത്തിന് ഫുൾ ആൾക്കാർ അറിയോ, നിറച്ച ആൾക്കാർ. ദേപ്പൊട്ടിൻ്റെ അടുത്തെല്ലാം നിറച്ചുണ്ട്, അവിടെ ലൈറ്റിങ്സ് എല്ലാം വെച്ച് നല്ല ഉണ്ടായിന്. പിന്നെ ഇത് പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഇപ്പോൾ നാട്ടിൽ ഉറൂസിനെല്ലാം പോലെ, അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഫെസ്റ്റിവൽ ഉണ്ടാവുമല്ലോ നമ്മളെ ഓരോ ഇതിൻ്റെ, അപ്പോൾ അത് കാണുന്ന പോലെയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇത്രയും ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമുക്കത് എത്രയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു സൈഡാണ് ഞാൻ കാണിക്കുന്നത്, വേറെ സൈഡിലെല്ലാം പറയണ്ട. ഫുഡ് ഫെസ്റ്റിവൽ അല്ലേ, പല ആൾക്കാരും. എന്താ പറഞ്ഞാൽ നോമ്പാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്ര ദിവസം പറയരുന്നിട്ട് നമ്മളേക്ക് തറാവീന് പോക്ക് അങ്ങനെ തിന്നിട്ടായിട്ട് ക്ഷീണത്തിൽ കിടക്കൽ അങ്ങനെയല്ലോ അതിനു. ഇതെന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് ഒരു ക്ഷീണവും ഇല്ല, തിന്നുന്നതിന് റെസ്റ്റും ഇല്ല. പലതരം ഫുഡ്, ഉപ്പിലിട്ടത് വേറെ, എന്തെല്ലാം മുളകിട്ടത് നമുക്കൊന്നും തിന്നാൻ പറ്റില്ല അറിയോ. അങ്ങനെയുള്ള പലതരം ഫുഡ് എന്ന് പറയാം. എന്നിട്ടെല്ലാം ആയ ഒരു രസമാണ് പിന്നത്തെ കാര്യം. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ ഷോപ്പിലെല്ലാം കയറിന് 1-2 ഡ്രസ്സെല്ലാം ഞാൻ എടുത്തിന്. അങ്ങനെ മോൾക്കും കൊടുത്തേക്കാനെല്ലാം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ നമുക്കിപ്പോൾ പെട്ടെന്ന് ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ കസിന് പോകുന്നുണ്ടായിന്, അങ്ങനെയെല്ലാം ആടുന്നെല്ലാം എടുത്തിന്. ഞാൻ IBR പിന്നെ ഇർഫാലെല്ലാം പോയിട്ടുണ്ടായിന്. അങ്ങനെ നമുക്കിതെല്ലാം ഇതിൽ കാണുമല്ലോ, റീൽസിലെല്ലാം കാണുമല്ലോ പലതരം ഡ്രസ്സ്. അങ്ങനെ ഞാൻ 1-2 ഡ്രസ്സെല്ലാം മോൾക്ക് എടുത്തിന്. അങ്ങനെ കുറച്ച് ഷോപ്പിലെല്ലാം ഞാൻ കയറി. കുറേ ഷോപ്പിൽ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കുറേ വീഡിയോ ഞാൻ എടുത്തിട്ട്. നമുക്ക് ഒന്നാമത് കുറേ ആൾക്കാരുണ്ടാവും, വീഡിയോ എടുക്കാൻ ഒരു മടിയാവും അല്ലേ. കാരണം ആരെല്ലാം ഇങ്ങനെ വീഡിയോയിൽ വന്നാലും പ്രശ്നമല്ലേ. അങ്ങനെ അതാ ഉപ്പിലിട്ടതും പിന്നെ ലേസിലിട്ടതും അങ്ങനെ പലതരം ഫുഡ് പറയണ്ട. ഞാൻ നൈലാക്കില്ലേ സുഖമില്ലായിരുന്നു. ഞാൻ ശരിക്കും വീഡിയോ വരാത്തതും മോൾക്ക് പനിയും ചെവി വേദന വന്നില്ലേ, അതിൻ്റെ ശേഷം മോൾക്ക് പനി വന്ന് ചുമ വന്ന് ഛർദ്ദിക്കലും അങ്ങനെയെല്ലാം ആയി. അങ്ങനെ ഓളെ നോക്കലും പിന്നെ ഓളെ എക്സാമും അങ്ങനെയെല്ലാം ഉള്ള കാര്യമല്ലേ. അങ്ങനെ ഞാൻ ഓളെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പറഞ്ഞു ഒന്നും തിന്നണ്ട, ലേസിൽ പിന്നെ ഇങ്ങനെ എന്താ പറയുന്ന സലാഡ് പോലെ ഇട്ടിട്ട് കൊടുക്കില്ലേ അതിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കൂട്ടി തിന്നണ്ടായതൊന്നും. പക്ഷെ ഞാനിങ്ങനെ ഷോപ്പിൽ കയറിയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പപ്പാൻ്റെ വണ്ടിയിൽ കയറുന്നു, ഓളി ഇതെല്ലാം തിന്നുന്നതാണ്. അങ്ങനെ ഇതാ കുറേ ഷോപ്പിൽ കയറിയുമ്പോൾ ഡ്രസ്സിൽ നോക്കുന്നുണ്ട്. ഈ വെസ്റ്റേണിൻ്റെ ഷോപ്പിലും കയറിന്, IBRൻ്റെ തന്നെ വെസ്റ്റേണിൻ്റെ ഉണ്ടല്ലോ, അങ്ങനെ അതെല്ലാം കയറിന്. പിന്നെ കളർ ലൈഫിൽ ഞമ്മ പോയിട്ടുണ്ടായിന്. അവിടെ കുറേ വന്നിട്ടില്ല, എത്തേണ്ടത്രയാണ് പെരുന്നാളിൻ്റെ ഡ്രസ്സെല്ലാം എത്തേണ്ടത്ര ഇപ്പോൾ അടുപ്പിച്ച് വരുന്നുണ്ട്. മോളിത് ഇതെല്ലാം ഇട്ട് നോക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് നല്ലുണ്ടെന്ന് പറയാം. വാങ്ങിയതൊന്നുമല്ല, ഇട്ട് നോക്കിയതാണ് അവൾക്ക് പറ്റുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിന് മോൾക്ക് ഇഷ്ടപ്പെട്ടിട്ട. അങ്ങനെ അപ്പോൾ 1 മണിയായി. അങ്ങനെ ടൈം പോകുന്നത് അറിയുന്നില്ല. നമ്മൾ അത്താഴം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് നിന്ന്. അപ്പോൾ ഫസ്റ്റ് നിൽക്കാനോട് ചോദിക്കുമ്പോഴേക്കും പറഞ്ഞാൽ എനിക്ക് വിശപ്പില്ല, ഇപ്പോൾ വേറെല്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോന്നിങ്ങനെ തിന്നുമല്ലോ. അപ്പോൾ പിന്നെ തിന്നാം, അത്താഴത്തിനകത്ത് പിന്നെ തിന്നായിക്കാം.
4:30 മണിക്കാണ് അത്താഴം കഴിക്കില്ല. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ഇക്കാക്ക് അത്താഴം, അതിന് മുമ്പൊന്നും തിന്നുകയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റിന് നമുക്ക് ആ സമയമാകുമ്പോഴത്തേക്ക് ഫുഡില്ലാതെ അങ്ങനെ ഫുഡ് ഫെസ്റ്റിവലിന് പോയിട്ട് അത്താഴം കിട്ടാതെ ലാസ്റ്റ് സങ്കടമായിന. മക്കളെല്ലാം എൻ്റെ കഴിച്ചിനെ, മക്കൾ മന്തി അതെല്ലാം കഴിക്കുമല്ലോ, ഇക്കാക്ക് അതൊന്നും പറ്റുകയില്ല. ഇക്കാക്ക് പുരേന്ന് കഞ്ഞിയല്ലേ കുടിക്കൽ അങ്ങനെ. എന്നിട്ട് ലാസ്റ്റ് നമ്മ വൈൽഡ് റേഞ്ചില്ലേ ആടെ പോയിട്ട് ആടുന്ന് കിട്ടിയില്ലേ ഫുഡ്. ഇപ്പോൾ ഒരു സമാധാനം, ഇങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് അത്താഴം കഴിച്ചിട്ടാണ് നമ്മൾ പുരക്ക് പോയത്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വിശേഷങ്ങളുള്ളതായിട്ട് പെട്ടെന്ന് തന്നെ വരാം.